ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ റീഡിങ്സ് ഓൺ കേരളയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ട്രൈബൽസ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. ട്രൈബൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ഗോത്ര വിഭാഗങ്ങൾ അല്ലേ? ഈ ആദിവാസി ഗോത്രം അങ്ങനെയൊക്കെ പറയുന്ന പോലെ ഗോത്രം എന്നാണ് ട്രൈബൽസിൻ്റെ അർത്ഥം. ട്രൈബൽസ് ഓഫ് കേരള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഗോത്രങ്ങളെ കുറിച്ചുള്ളത്. എസ് അച്യുതവാര്യരാണ് ഇത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ നോക്കാം. ആദ്യം പ്രൊഫസർ എസ് അച്യുതവാര്യറിനെ പറ്റിയാണ് പറയുന്നത്. പ്രൊഫസർ എസ് അച്യുതവാര്യർ, അദ്ദേഹം ജനിച്ചതെന്നാ 3 February 1941, പേരുണ, വാസ് എ ടീച്ചർ ഓഫ് മലയാളം അറ്റ് NSS ഹിന്ദു കോളേജ്, ചങ്ങനാശ്ശേരി. അപ്പോൾ പ്രൊഫസർ എസ് അച്യുതവാര്യർ എന്ന് പറയുന്നത് ഒരു മലയാളം അധ്യാപകനായിരുന്നു. NSS ഹിന്ദു കോളേജിലെ മലയാളം അധ്യാപകനായിരുന്നു ചങ്ങനാശ്ശേരിയിൽ. ആൻഡ് MG കോളേജ്, തിരുവനന്തപുരം. പിന്നീട് MG കോളേജിൽ കയറി ഫ്രം 1966 to 1996. ഹിസ് ബുക്ക്, അദ്ദേഹത്തിൻ്റെ ബുക്കായിട്ടുള്ള കേരള സംസ്കാരം, അണ്ടർലൈൻ ചെയ്യട്ടോ, അദ്ദേഹത്തിൻ്റെ ബുക്കായിട്ടുള്ള കേരള സംസ്കാരം ഈസ് വൈഡ്ലി ഹെൽഡ് ആസ് ആൻ ഒതൻറ്റിക് ടെക്സ്റ്റ് ഓൺ ദ കൾച്ചറൽ ഹിസ്റ്ററി ഓഫ് കേരള. കേരളത്തിലെ കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തെ പറ്റിയിട്ട് പഠിക്കാൻ നമുക്ക് ഏറ്റവും നല്ലൊരു ബുക്കായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കേരള സംസ്കാരം എന്ന് പറഞ്ഞ ബുക്ക് കാണുന്നത്. ദ കറൻറ്റ് എസ്സേ ഈസ് ടേക്കൺ ഫ്രം ദിസ് ബുക്ക്. ഇപ്പം നമുക്ക് പഠിക്കാനുള്ള ഒരു എസ്സേ എന്ന് പറയുന്നത് ഈ ഒരു ബുക്കിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. പബ്ലിഷ്ഡ് ബൈ കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ദ എസ്സേ പ്രൊവൈഡ്സ് ആൻ ഓവർവ്യൂ ഓഫ് ട്രൈബൽ ലൈഫ്. ഈ ഒരു എസ്സേ നമുക്ക് കേരളത്തിലെ ഗോത്രവർഗ്ഗക്കാരുടെ ജീവിതത്തെ പറ്റിയിട്ട് മൊത്തത്തിലൊരു പിക്ചർ നൽകുന്നുണ്ട്. ആൻഡ് കൾച്ചർ ഇൻ ദ സ്റ്റേറ്റ്, നമ്മുടെ കേരള സ്റ്റേറ്റിൻ്റെ സംസ്കാരത്തെ പറ്റിയിട്ടും ഒരു ചിത്രം നൽകുന്നുണ്ട്. ദ ജനറൽ ആറ്റിറ്റ്യൂഡ് ഓഫ് ഇന്ത്യൻസ് ടു ആദിവാസീസ്. ഇന്ത്യക്കാർക്ക് മൊത്തമായിട്ട് ആദിവാസികളോടുള്ള ഒരു മനോഭാവം, ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മനോഭാവം. ആൻഡ് ദെയർ ലൈഫ്സ്, അവരുടെ ജീവിതത്തോടുള്ള മനോഭാവം ഈസ് ഇൻഹെറിറ്റഡ് ഫ്രം കൊളോണിയൽ മാസ്റ്റേഴ്സ്. ബ്രിട്ടീഷുകാർ, കൊളോണിയൽ മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരുള്ള കാലം തൊട്ടേ ആദിവാസികളോടൊരു മോശം മനോഭാവം, അല്ലെങ്കിൽ താഴ്ന്ന രീതിയിലുള്ള ജനങ്ങളാണ് എന്നുള്ള രീതിയിലുള്ള മനോഭാവമാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അത് ഇന്നും തുടർന്നു പോരുന്നു എന്ന് പറയാണ്. ദ യൂറോപ്യൻകാർ കൺസിഡേർഡ് ദ ട്രൈബൽസ്. അവരെങ്ങനെയാണ് ഈ ഒരു ഗോത്ര വിഭാഗക്കാരെ കണ്ടിരുന്നത്? കൺസിഡേർഡ് ദ ട്രൈബൽ ആസ് സാവേജസ്. വെറും ഒരു ജീവികളെ പോലെ അല്ലെങ്കിൽ ഒരു സെർവൻസിനെ പോലെ, മൃഗങ്ങളെ പോലെ കേട്ടാണ് അവർ കണ്ടിരുന്നത്. ആൻഡ് അൺസിവിലൈസ്ഡ്, സംസ്കാരമില്ലാത്തവരെന്നോണം. ആൻഡ് ബിലീവ്ഡ് ദാറ്റ്, വിശ്വസിച്ചു, ദേ ഷുഡ് ബി ഗിവൺ മോഡേൺ എഡ്യൂക്കേഷൻ ടു സേവ് ദം. അവർക്ക് ആധുനികമായിട്ടുള്ളൊരു വിദ്യാഭ്യാസം നൽകിയാൽ മാത്രമേ അവരെ രക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ എന്ന്. ഈവൻ ടുഡേ, ഇന്നാണെങ്കിലും വി ആർ നോട്ട് കംപ്ലീറ്റ്ലി ഫ്രീ ഫ്രം ദിസ് കണ്ടൻസെൻറ്റിങ്. ഇന്നും ഈ ഒരു ചിന്താഗതി ആദിവാസികളോട് ഉണ്ട് എന്നാണ് പറയുന്നത്. ആറ്റിറ്റ്യൂഡ് ടു ദ അബോറിജിനൽസ്, ഈ ഒരു ആദിവാസികളെ പോലെയുള്ള അബോറിജിനൽസിനോട് നമുക്ക് ഇന്നും ഈ ഒരു ചിന്താഗതി ഇന്നും നിലനിൽക്കുന്നുണ്ട്. വി ആസ് എ പീപ്പിൾ ആർ യെറ്റ് ടു ബി എഡ്യൂക്കേറ്റഡ്. നമ്മളാണ് അവരോട് മോശം ചിന്താഗതി കാണിക്കുമ്പോൾ നമ്മളാണ് അവിടെ താഴ്ന്നു പോകുന്നത്. അതുകൊണ്ട് നമ്മളാണ് ഇനിയും പഠിക്കേണ്ടത് എന്ന് പറയാണ് അച്യുതവാര്യർ. റിഗാർഡിങ് ഡെവലപ്പിംഗ് എ ന്യൂ സെൻസിബിലിറ്റി, ഒരു വികസനം ആവശ്യമാണ്, ഒരു പുതിയ കാഴ്ചപ്പാട് ആവശ്യമാണ്. ടുവേർഡ്സ് ദ myriad ഇഷ്യൂസ് ഫേസ്ഡ് ബൈ ദ ട്രൈബൽ പീപ്പിൾ. ഈ ഒരു ട്രൈബൽ പീപ്പിള്, ഗോത്രവർഗ്ഗക്കാർ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അതിനെയൊക്കെ പറ്റി നമ്മളാണ് പഠിക്കേണ്ടത്. അതിനൊരു സൊല്യൂഷൻ നമ്മളാണ് കൊടുക്കേണ്ടതെന്ന് പറയാണ് അച്യുതവാര്യർ. താങ്ക്സ് ടു ദ റൈറ്റിങ്സ് ഓഫ് അച്യുതവാര്യർ. അപ്പോൾ പറയാണ് അച്യുതവാര്യരുടെ ഈ ഒരു റൈറ്റിങ്സിനോട് നമ്മൾ നന്ദി പറയണം. പി പന്നൂർ ആൻഡ് മെനി അതേഴ്സ് മച്ച് ഹാസ് ഡൺ ഇൻ ദിസ് റിഗാർഡ്. സോ കേരളത്തിലെ ഈ ട്രൈബൽസിനെ പറ്റി നമുക്ക് മനസ്സിലാക്കി തന്ന ഈ എഴുത്തുകാരോടൊക്കെ നമ്മൾ നന്ദി പറയണമെന്ന് പറയണം. ദ പ്രസൻറ്റ് എക്സ്ട്രാക്റ്റ്, നമുക്ക് പഠിക്കാനുള്ള ഭാഗം, നോട്ട് ഓൺലി ത്രോസ് ലൈറ്റ് ഓൺ ദ ഏർലി ഹിസ്റ്റോറിക് ഹ്യൂമൻ മൈഗ്രേഷൻ അക്രോസ് കോണ്ടിനെൻറ്റ്സ്. നമ്മളിപ്പോൾ ഈ പഠിക്കാൻ പോകുന്നൊരു ഭാഗം എന്ന് പറയുന്നത് നമുക്ക് ആദ്യം പണ്ട് മുതലേ ഉള്ള
ചരിത്രപരമായിട്ടുള്ള മനുഷ്യൻ്റെ പലായനം, മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്കുള്ള മാറ്റം അല്ലെങ്കിൽ പലായനം. എക്കോസ് ദ കോണ്ടിനെൻസ്, അതൊരുപാട് എന്താ പറയുക, ഒരുവിധം എല്ലാ ഭൂഖണ്ഡങ്ങളിലും അത് കാണാം. ആൻഡ് ദസ് എസ്റ്റാബ്ലിഷസ് ദ ഓൾ ഹ്യൂമൻ ബ്രദർഹുഡ്, എന്നൊരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പലായനം ചെയ്ത് അവിടെ കണക്ഷൻ വരുമ്പോഴാണ് ലോകം മൊത്തം ഒരു സാഹോദര്യം ഉണ്ടാകുന്നത്. ബട്ട് ഓൾസോ അതേസമയം ഇമ്പാർട്സ് എക്സ്ഹോസ്റ്റീവ് ഡീറ്റെയിൽസ് റിഗാർഡിങ് ദ ലൈഫ്സ്, പല ആളുകളുടെ ജീവിതത്തെ പറ്റിയിട്ടുള്ള ഒരു എന്താ പറയുക വിവരണം നമുക്ക് നൽകും. ആൻഡ് കൾച്ചർ ഓഫ് ട്രൈബൽസ് ഓഫ് കേരള, അതോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് കേരളത്തിലെ ട്രൈബൽസിനെ പറ്റിയിട്ടുള്ള സംസ്കാരം, കേരളത്തിലെ ട്രൈബൽസിൻ്റെ സംസ്കാരവും നമുക്ക് മനസ്സിലാക്കി തരും. പ്രൊഫസർ വാര്യർ ഇവിടെ എന്താ ചെയ്യുന്നത്, സ്റ്റേറ്റ്സ് ദാറ്റ് പറഞ്ഞു തരികയാണ്, ദ ട്രൈബൽസ് who came to Kerala as early as 4000 BCE are the first people to inhabit this land. പ്രൊഫസർ അച്യുതൻ വാര്യർ പറയുന്നത് ഒരു ഗോത്രവർഗ്ഗക്കാരാണ് കേരളത്തിലേക്ക് വരുന്നത് 4000 BCക്ക് മുന്ന്, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ വരുന്നുണ്ട്. അവരാണ് കേരളത്തിൽ ആദ്യം ഇൻഹാബിറ്റ് ചെയ്ത ആളുകൾ. He also delineate how popular culture of our state is indebted to them. അങ്ങനെ അവർക്ക് നമ്മുടെ സ്റ്റേറ്റിൻ്റെ സംസ്കാരം കിട്ടുകയാണ്. അറ്റ് ദ സെയിം ടൈം, അതേസമയം ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോട്ട് ദാറ്റ് the data and the observations of the author belong to the first half of last century. This extract is translated from Malayalam by the editors. ഇത് ആക്ച്വലി മലയാളത്തിൽ എഴുതിയതാണ്, ഇതൊരു ട്രാൻസ്ലേഷനാണ്. നമുക്ക് നോക്കാം, ടെക്സ്റ്റിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നോക്കാം. ടെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ടെക്സ്റ്റ് നോക്കാം. കേരള സംസ്കാരത്തിൻ്റെ കുറച്ച് ടെക്സ്റ്റ് നോക്കാം. It is believed that it has only been a few millennia since the humans started inhabiting the land which is presently known as Kerala. അപ്പോൾ അച്യുതവാര്യർ പറയാണ്, ഇത് വിശ്വസിച്ചു പോരുന്നത് മില്യന എന്ന് പറഞ്ഞാൽ എന്താ, 1000 years ആണ്. അപ്പോൾ കുറച്ച് 1000 വർഷങ്ങളെ ആയിട്ടുള്ളൂ മനുഷ്യർ ഈ ഒരു കേരള എന്ന് പറഞ്ഞുള്ള സംസ്ഥാനത്തിൽ ജീവിക്കാനായിട്ട് തുടങ്ങിയത്. കേരളത്തിൽ ജീവിക്കാനായിട്ട് മനുഷ്യർ തുടങ്ങിയിട്ട് കുറച്ച് 1000 വർഷങ്ങളായി എന്നാണ് ടെക്സ്റ്റ് പറയുന്നത്, അല്ലെങ്കിൽ 1000 വർഷങ്ങളെ ആയിട്ടുള്ളൂ. ദോ ദ റിമെയിൻസ് ഓഫ് പാലിയോളിത്തിക് ഏജ്, എന്താ പാലിയോളിത്തിക് ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിലായുഗമാണ്, പുരാതനമായിട്ടുള്ള ശിലായുഗം. ദോ ദ റിമെയിൻസ് ഓഫ് പാലിയോളിത്തിക് ഏജ്, പുരാതന ശിലായുഗം, ഹാഡ് ബീൻ ഫൗണ്ട്, അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അറ്റ് വേരിയസ് പ്ലേസസ് ഇൻ സതേൺ ഇന്ത്യയുടെ പല ഭാഗത്തും പുരാതന ശിലായുഗത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. കേരള ഈസ് നോട്ട് വൺ എമോങ് ദം, പക്ഷെ കേരളത്തിൽ നിന്നൊന്നും കണ്ടെടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഹവവർ, എന്നിരുന്നാലും ദ വെപ്പൺസ് എന്ന് പറഞ്ഞാൽ ആയുധങ്ങൾ ഓഫ് ദ നിയോളത്തിക് ഏജ്, നിയോ എന്ന് പറഞ്ഞാൽ എന്താ, ന്യൂ, പുതിയ, അതായത് ആധുനിക ശിലായുഗത്തിലെ ഒരുപാട് ആയുധങ്ങൾ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. വർ ഫൗണ്ട് ഇൻ പ്രസൻറ്റ് ഡേ, നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചു. ഡിസ്ട്രിക്ട് സച്ച് ആസ് കോഴിക്കോട് ആൻഡ് എറണാകുളം, എറണാകുളത്ത് നിന്നൊക്കെ അത് കണ്ടെത്തിയിട്ടുണ്ട്. വിച്ച് മെയ്ഡ് ദ ഹിസ്റ്റോറിയൻസ്, അതുവഴി ചരിത്രകാരന്മാരൊരു നിഗമനത്തിലെത്തിച്ചേരുകയാണ് ദാറ്റ് ഹ്യൂമൻ എക്സിസ്റ്റൻസ് ബിഗാൻ ഹിയർ അറൗണ്ട് 4000 BC. ഒരു പക്ഷേ 4000 BCയിലായിരിക്കും കേരളത്തിൽ മനുഷ്യൻ്റെ ഒരു എക്സിസ്റ്റൻസ് തുടങ്ങിയിട്ട് ഉണ്ടായിരിക്കാം. ആസ് പെർ ദ കറൻറ്റ് നോളേജ്, ഈ ഒരു അറിവ് പ്രകാരം ദർ ഈസ് സ്ട്രോങ് ജിയോഗ്രഫിക്കൽ ആൻഡ് ലിംഗ്വിസ്റ്റിക് എവിഡൻസ്, ഭൂമിശാസ്ത്രപരമായിട്ടും ഭാഷാപരമായിട്ടും നമുക്ക് തെളിവുകളുണ്ട്. ടു പ്രൂവ് ദാറ്റ് ഏർലി ലൈഫ് സ്റ്റാർട്ടഡ് ഓൺ ഈസ്റ്റേൺ സൈഡ്, മനുഷ്യൻ്റെ കേരളത്തിലുള്ള ആദ്യ ജീവിതം തുടങ്ങുന്നത് സഹ്യ മൗണ്ടൻ റേഞ്ചിലെ കിഴക്ക് ഭാഗത്താണ്. ഇൻ സദേൺ പാർട്ട് ഓഫ് ദ കൺട്രി, അത് ഇന്ത്യയുടെ സൗത്ത് ഭാഗം കൂടിയാണ്. ഓക്കെ, ലേറ്റർ, പിന്നീട് ദ എക്സ്പാൻഡഡ് ടു വെസ്റ്റ്, അത് വെസ്റ്റിലേക്കും കൂടെ വികസിച്ചു വന്നു. ബേസ്ഡ് ഓൺ ദ ടോപ്പോഗ്രഫി ഓഫ് ദ ലാൻഡ്, ഒരു ഭൂമിയുടെ ഘടന പ്രകാരം ഏൻഷ്യൻ പീപ്പിൾ ഹൂ സ്റ്റാർട്ടഡ് യൂസിങ് ദ ടേംസ്, ആദ്യം ഉണ്ടായിരുന്ന ആളുകൾ ചില വാക്കുകൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. കിഴക്കു എന്ന് ഉപയോഗിച്ചു. കിഴക്കു എന്ന് പറഞ്ഞാൽ എന്താ, ഇവോൾവ് ഫ്രം ദ വേർഡ്, ഏത് വാക്കിൽ നിന്നാണ് കിഴക്കു വരുന്നത്,
കീഴുദിക്കു. കിഴക്കു വരുന്നത് കീഴുദിക്കു. വിച്ച് മീൻസ് ലോവർ പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? താഴ്ന്ന ഭാഗം, അടിയിലുള്ള ഭാഗം. ആൻഡ് മെക്കു. മെക്കു എന്ന് പറഞ്ഞാൽ എന്താ? മേൽദിക്ക് അല്ലെങ്കിൽ അപ്പർ പാർട്ട്. ഫോർ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. കിഴക്കു എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് എന്നും മെക്കു എന്ന് പറഞ്ഞാൽ വെസ്റ്റ് എന്നും റെസ്പെക്റ്റീവ്ലി മൈറ്റ് ബി ഫ്രം ഈസ്റ്റ് ഓഫ് സഹ്യ റേഞ്ചസ്. അങ്ങനെ പേര് വരാനായിട്ട് തുടങ്ങി. ദ ടേംസ് ഇൻഡിക്കേറ്റഡ് ദ ലാൻഡ് ടു ബി വെസ്റ്റ് ആൻഡ് ഈസ്റ്റ് ഓഫ് ദ മൗണ്ടൻ. അങ്ങനെ സഹ്യ മൗണ്ടൻ്റെ ഈസ്റ്റും വെസ്റ്റും ആയിട്ട് ആ ഏരിയകൾ കിഴക്കു ആൻഡ് മെക്കു വന്നു. ലേറ്റർ ഈവൺ ആഫ്റ്റർ ദ സെറ്റിൽ ബിയോണ്ട് ദ മൗണ്ടൻ ദ ടേംസ് റിമെയിൻഡ് ഇൻ ദ യൂസ്. ഇന്നും ആ പേരുകൾ ഉപയോഗിച്ചു പോരുന്നു. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കുക. ദ മോസ്റ്റ് ബാക്ക്വേർഡ് ട്രൈബൽസ് ഇൻ ഇന്ത്യ ലൈവ് ഇൻ ദ സൗത്ത് ഓഫ് ദ കൺട്രി. ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന ഘടകത്തിൽ അല്ലെങ്കിൽ താഴ്ന്ന രീതിയിലുള്ള ഗോത്രവർഗ്ഗക്കാർ താമസിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ രാജ്യത്തിൻ്റെ സൗത്ത് പാർട്ടിലാണ്, ഇൻക്ലൂഡിങ് കേരള. കേരളത്തിലും ഉണ്ട്. സെവറൽ ആന്ത്രോപോളജിസ്റ്റ്. ആരാ ആന്ത്രോപോളജിസ്റ്റ്? നരവംശ ശാസ്ത്രജ്ഞർ, അതായത് മനുഷ്യനെ പറ്റി പഠിക്കുന്നവരെയാണ് നമ്മൾ ആന്ത്രോപോളജിസ്റ്റ് എന്ന് പറയുന്നത്. സെവറൽ ആന്ത്രോപോളജിസ്റ്റ് ഹാവ് കണ്ടക്റ്റഡ് എക്സ്റ്റെൻസീവ് സ്റ്റഡീസ് ഓൺ ദെയർ ഒറിജിൻസ്. ട്രൈബൽസിൻ്റെ ഒരു ഉറവിടത്തെ പറ്റിയിട്ട് നരവംശ ശാസ്ത്രജ്ഞർ ഒരുപാട് പഠനങ്ങൾ നടത്തി. അക്കോർഡിംഗ് ടു ദം, അതിന് പ്രകാരം ദ മെജോറിറ്റി ഓഫ് ഇന്ത്യൻ ട്രൈബ്സ്, ഇന്ത്യയിലെ ഗോത്ര വിഭാഗങ്ങളിൽ ഭൂരിഭാഗവും ഇൻക്ലൂഡിങ് ദാറ്റ് ഓഫ് സൗത്ത് ഇന്ത്യ ഉൾപ്പെടെ ബിലോങ് ടു ദ ആസ്ട്രലോയിഡ്. അണ്ടർലൈൻ ചെയ്യട്ടാ. ഇന്ത്യയിലെ ഗോത്ര വിഭാഗങ്ങളിൽ ഭൂരിഭാഗവും ആസ്ട്രലോയിഡുകളാണ്. അണ്ടർലൈൻ ചെയ്യുക. വൺ ഓഫ് ദ ബ്രോഡ് ഡിവിഷൻസ് ഓഫ് ഹ്യൂമൻ കൈൻഡ്. മനുഷ്യനെ നമ്മൾ പല രൂപത്തിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ അതിലൊരു വിഭാഗമായിട്ടുള്ള ആസ്ട്രലോയിഡുകളാണ് കൂടുതലും ട്രൈബുകൾ. ആസ് പെർ ആർക്കിയോളജിക്കൽ സ്റ്റഡീസ് അങ്ങനെയാണ് പറയുന്നത്. ആദിവാസി ട്രൈബ്സ് ഇൻ കേരള have many striking similarities with the tribes in Australia and Vedans of Ceylon. സിലോണിലെ വേദൻസും അതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ കാണുന്ന ഗോത്രവർഗ്ഗക്കാർക്കും കേരളത്തിലെ ഗോത്രവർഗ്ഗക്കാരുമായിട്ട് ഒരുപാട് സാമ്യങ്ങൾ ഉണ്ട്. ദീസ് സിമിലാരിറ്റീസ് ഇൻഡിക്കേറ്റ് എ കോമൺ ഒറിജിൻ. ഈ ഒരു സാമ്യങ്ങൾ എന്താ കാണിക്കുന്നത്? ഇവർക്കെല്ലാവർക്കും ഒരൊറ്റ ഉറവിടമായിരിക്കുമെന്നാണ്. ദ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് കേരള ട്രൈബ്. കേരളത്തിലെ ഗോത്രവർഗ്ഗക്കാരുടെ ശാരീരികമായിട്ടുള്ള ഫീച്ചേഴ്സാണ് പറയുന്നത്. സച്ച് ആസ് എന്തൊക്കെയാ? റൗണ്ട് ഫേസ്, വട്ടമുഖം. കേളി ആൻഡ് സിൽക്കി ഹെയർ, ചുരുണ്ടതും സിൽക്കിയുമായിട്ടുള്ള ഹെയർ. ഫാറ്റ് ആൻഡ് സോളൻ നോസ്, തടിച്ചതും വീർത്തതുമായ മൂക്ക്. ആൻഡ് ഡാർക്ക് കോംപ്ലക്ഷൻ, കറുത്ത നിറകം ആർ ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് ആസ്ട്രലോയിഡ്. ഇതാണ് ആസ്ട്രലോയിഡുകളുടെ ഒരു പ്രത്യേകത. അണ്ടർലൈൻ ചെയ്യണം. നെക്സ്റ്റ് പാരഗ്രാഫ്. ദ സക്സസേഴ്സ് ഓഫ് കേരളാസ് ഒബോറിജിനൽസ്. കേരളത്തിലെ അബോറിജിനൽസിൻ്റെ പിന്നീട് വന്ന പിൻഗാമികൾ എന്ന് പറയുന്നത് ആർ ദ ട്രൈബ്സ് കോമൺ ഓൺ ഈസ്റ്റേൺ ഹിൽസ്. ഒരു കോമൺ ആയിട്ട് ഈസ്റ്റേൺ ഹിൽസിലാണ് കാണുന്നത്. ഏതൊക്കെ ട്രൈബുകളാണ്? അണ്ടർലൈൻ ചെയ്യാട്ടാ. പണിയാർ, ഇരുളാർ, കുറിച്യാർ, മുതുവന്മാർ, മലയാളിയാർ, ഉള്ളടന്മാർ, മലവേദാർ ആൻഡ് കാണിക്കാർ. ഒന്നുകൂടെ പറയാം. പണിയാർ, ഇരുളാർ, കുറിച്യാർ, മുതുവന്മാർ, മലയാരയർ, ഉള്ളടന്മാർ, മലവേദാർ ആൻഡ് കാണിക്കാർ. അപ്പോൾ 2-3 പേരൊക്കെ പഠിച്ചു വയ്ക്കുക. There are more than 20 tribal groups in വയനാട്, നീലഗിരി ആൻഡ് അട്ടപ്പാടി ഹിൽ റേഞ്ചസ്. ഇവിടെയൊക്കെ ഏകദേശം 20-ൽ പരം ഗോത്രവർഗ്ഗക്കാരുണ്ട് എന്നാണ് പറയുന്നത്. പണിയാർ, കുറിച്യാർ ആൻഡ് ഇരുളാർ ആർ ദ മെജോറിറ്റി എമോങ് ദം. കൂടുതലും ഏത് വിഭാഗത്തിൽ പെടുന്നവരാണ്? പണിയാർ, കുറിച്യർ, ഇരുളർ. ഇനി പണിയാർ ട്രൈബ് അണ്ടർലൈൻ ചെയ്യാട്ടാ. പണിയാർ ട്രൈബ് ഈസ് ദ മോസ്റ്റ് ബാക്ക്വേർഡ്. ഏറ്റവും താഴ്ന്ന ഗോത്രവിഭാഗം ഏതാ? പണിയാറാണ്. എമോങ് ദ ആദിവാസീസ് ഓഫ് കേരള. കേരളത്തിലെ ആദിവാസികളിൽ ഏറ്റവും താഴ്ന്നത് ആരാണ്? പണിയാർ ട്രൈബാണ്. ഇതൊക്കെ അണ്ടർലൈൻ ചെയ്യണം. കുറിച്യാർ ആർ സീൻ ഓൺലി ഇൻ വയനാട്. കുറിച്യാറിൽ എവിടെ മാത്രമേ കാണാൻ പറ്റുക? വയനാട് മാത്രമാണ് കാണാൻ പറ്റുക. നോൺ ഫോർ ദെയർ സ്കിൽസ് ഇൻ ആർച്ചറി.
കുറിച്യർക്ക് അമ്പെയ്ത്തിലൊക്കെ ഭയങ്കര കഴിവാണ്. They were the brave soldiers of പഴശ്ശി കേരളവർമ്മ in his guerrilla warfare against the British. ബ്രിട്ടീഷിനെതിരെ കേരളവർമ്മ പഴശ്ശിരാജ ഗൊറില്ല യുദ്ധം നടത്തിയപ്പോൾ പഴശ്ശിയിലെ സോൾജേഴ്സിൽ ധൈര്യശാലികളായിട്ടുള്ള പട്ടാളക്കാരായിരുന്നു ഈ കുറിച്യർ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇനി അടുത്തെന്താ? അട്ടപ്പാടി കംസ് സെക്കൻഡ് ഇൻ ടേംസ് ഓഫ് ട്രൈബൽ പോപ്പുലേഷൻ ആഫ്റ്റർ വയനാട്. ഏറ്റവും കൂടുതൽ ആദിവാസികളെ നമുക്ക് എവിടെയാണ് കാണാൻ പറ്റുക? വയനാടാണ്. രണ്ടാമത്തെ സ്ഥാനം ആർക്കാണ്? അട്ടപ്പാടിക്കാണ്. ഇരുളർ ട്രൈബ് ഈസ് ദ ലാർജസ്റ്റ് കമ്മ്യൂണിറ്റി ഇൻ ദ റീജിയൻ. അവിടെ ഉള്ളതിൽ ഒരു ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? സമൂഹം. ഒരു സമൂഹം എന്ന് പറയുന്നത് എന്താ? ഇരുളറിൻ്റെ ഗോത്ര വിഭാഗമാണ്. മുതുവന്മാർ സെറ്റിൽഡ് ഇൻ ദേവികുളം, പീരുമേടു ആൻഡ് ഉടുമ്പൻചോല. ദേവികുളം എന്ന് പറഞ്ഞ സ്ഥലത്തും പീരുമേടു എന്ന് പറഞ്ഞ സ്ഥലത്തും ഉടുമ്പൻചോല എന്ന് പറഞ്ഞ സ്ഥലത്തും സെറ്റിലായിട്ടുള്ള മുതുവന്മാരാണ് ആർ ബിലീവ് ടു ഹാവ് കം ഫ്രം തമിഴ്നാടു. അവർ തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാണെന്ന് വിശ്വസിക്കുന്നു. പ്രോക്സിമിറ്റി ടു നെയ്ബറിങ് സ്റ്റേറ്റ്, കാരണം അത് കേരളത്തിൻ്റെ തൊട്ടടുത്തുള്ള അയൽ സംസ്ഥാനമാണ്. ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ദെയർ ലാംഗ്വേജ് ആൻഡ് കൾച്ചർ. അത് അവരുടെ ഭാഷയിലും സംസ്കാരത്തിലും നമുക്ക് കാണാനായിട്ട് പറ്റും. മലവേദാർ ആൻഡ് കാണിക്കാർ ആർ ദ ലീഡിങ് ട്രൈബ്സ് ഇൻ ദ ഹില്ലി ടെറൈൻസ് ഓഫ് കൊല്ലം. കൊല്ലത്ത് കാണുന്നവരെ ആരൊക്കെയാണ്? കൊല്ലത്തെ ഹില്ലേരിയയിൽ മലപ്രദേശങ്ങൾ കാണുന്നതാണ് മലവേദാരും കാണിക്കാരും. ഇൻ ഹില്ലി ടെറൈൻസ് ഓഫ് കൊല്ലം ആൻഡ് തിരുവനന്തപുരം ഡിസ്ട്രിക്ട്. തിരുവനന്തപുരത്തിൻ്റെയും കൊല്ലത്തിൻ്റെയും ഒക്കെ അവിടെ കാണാൻ പറ്റാവുന്നതാണ് മലവേദാരും കാണിക്കാരും. മലവേദാർ ആസ് ദ നെയിം ഓഫ് ദ ട്രൈബ് സജസ്റ്റ്. മലയിൽ താമസിക്കുന്നവർ എന്ന് പറയുന്ന പോലെ മേക്ക് എ ലിവിങ് ഫ്രം ഹണ്ടിങ്. അവർ ഹണ്ട് ചെയ്തിട്ടാണ്, വേട്ടയാടിയിട്ടാണ് ജീവിച്ചിരുന്നത്. കാണിക്ക ട്രൈബ് ഈസ് യുണീക്ക്. ഇനി എല്ലാ ഗോത്ര വിഭാഗങ്ങളിലും ഏറ്റവും പ്രത്യേകതയുള്ളത് അല്ലെങ്കിൽ വ്യത്യസ്തനായിട്ടുള്ളത്. യുണീക്ക് എന്ന് പറഞ്ഞാൽ എന്താ? വ്യത്യസ്തനായത്. എമോങ് ദ ഇൻഡിജിയസ് പീപ്പിൾ ഓഫ് കേരള ഇൻ ദ സെൻസ് ദാറ്റ് ദേ ആർ ലിവിങ് ഇൻ കേവ്സ് ആൻഡ് ട്രീ ഹൗസസ് ടിൽ ദ ലാസ്റ്റ് സെഞ്ചുറി. കാണിക്കാരാണ് മറ്റ് ട്രൈബ്സിനെ വെച്ച് നോക്ക് വ്യത്യസ്തരെ. കാരണം അവരിപ്പോഴും ഗുഹകളിലും ഏറുമാടങ്ങളിലൊക്കെയാണ് ജീവിക്കുന്നത്. ദേ ലിവ്ഡ് ഓൺ ഫ്രൂട്ട്സ്. അവർ കായ്കളൊക്കെ ഭക്ഷിച്ച് ഫോറസ്റ്റ് റിസോഴ്സ്, കാട്ടിൽ കിട്ടുന്ന വസ്തുക്കൾ ഉപയോഗിക്കുകയാണ്. ആൻഡ് സ്മോൾ എനിമൽസ് ഹണ്ടഡ് ബൈ ദം. കുഞ്ഞു മൃഗങ്ങളെ വേട്ടയാടി പിടിച്ചിട്ടൊക്കെയാണ് അവർ ഭക്ഷണം കഴിച്ചിട്ടാണ് ജീവിക്കുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കുക. ലിംഗ്വിസ്റ്റിക്കലി, ഭാഷാപരമായിട്ട് നോക്കുമ്പോൾ ഓൾ ദ ട്രൈബൽസ് ഇൻ കേരള ബിലോങ് ടു ദ്രവീഡിയൻ ഫാമിലി. കേരളത്തിലെ എല്ലാ ഗോത്ര വിഭാഗങ്ങളും ദ്രവീഡിയൻ ഫാമിലിയിലാണ്. സോ 2 ഡിവിഷൻ ഉണ്ട്, ആര്യൻസും ദ്രവീഡിയൻസും. ആര്യൻസിനെ നമ്മൾ അപ്പർ ക്ലാസ് എന്നും, ഉയർന്ന ജാതിക്കാരും, അവർ വെളുത്തിട്ടായിരിക്കും, വൈറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ദ്രവീഡിയൻസ് എന്ന് പറയുമ്പോൾ ലോവർ, അത് ബ്ലാക്ക് ആയിരിക്കും എന്നൊക്കെയാണ് വിശ്വസിക്കുന്നത്. വയനാട് ആൻഡ് അട്ടപ്പാടി ഹൗസ് ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് ട്രൈബ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം വയനാടും പിന്നെ അട്ടപ്പാടിയിലാണ് ഏറ്റവും കൂടുതൽ ഗോത്രങ്ങളെ കാണാൻ പറ്റും. ദീസ് റീജിയൻസ് ആർ ജിയോഗ്രഫിക്കലി വെരി ക്ലോസ് ടു മൈസൂർ. ഇത് മൈസൂരിന് ഭയങ്കര അടുത്താണ്. ആൻഡ് തമിഴ്നാടു ട്രൈബൽസ് ഹാബിറ്റേറ്റ്സ് റെസ്പെക്റ്റീവ്ലി. ദോസ് ഹു ലിവ് ക്ലോസ് ടു മൈസൂർ യൂസ് എ മലയാളം കന്നഡ മിക്സ്. എന്താണ്? മൈസൂരിനടുത്ത് തൊട്ടടുത്തുള്ള ട്രൈബ്സ് ഒരു മലയാളം കന്നഡ മിക്സ് ആയിട്ടുള്ള ലാംഗ്വേജാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ട്രൈബ്സ് അലോങ് ദ തമിഴ്നാട് ബോർഡറിന് അടുത്തുള്ള ഗോത്ര വിഭാഗങ്ങൾക്ക് ഹൈബ്രിഡ് ലാംഗ്വേജ് ഓഫ് മലയാളം ആൻഡ് തമിഴ്, മലയാളത്തിൻ്റെയും തമിഴിൻ്റെയും മിക്സാണ്. ദർ ഈസ് എ സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഓഫ് തമിഴ് ഇൻ ദ ലാംഗ്വേജ് ഓഫ്. ഇനി തമിഴിൻ്റെ അല്ലെങ്കിൽ തമിഴ് ഭാഷയുടെ ഒരു ചൊവ കാണാൻ പറ്റും. ഏത് ഗോത്ര വിഭാഗങ്ങളുടെ ഭാഷയിൽ? ട്രൈബ്സ് ഓഫ് ദേവികുളം, പീരുമേടു ആൻഡ് ഉടുമ്പൻചോല. ഒരു തമിഴ് സ്ലാങ് കാണാൻ പറ്റും. ട്രൈബ്സ് ഇൻ അതർ പാർട്ട് ഓഫ് ദ സ്റ്റേറ്റ്. മറ്റു ഗോത്ര വിഭാഗങ്ങൾ, കേരളത്തിലുള്ള മറ്റു ഗോത്ര വിഭാഗങ്ങൾ യൂസ് മലയാളം ബട്ട് വിത്ത് കൺസിഡറബിൾ ഡിഫറൻസ് ഇൻ ഡയലക്ട്സ് ആൻഡ് യൂസേജ്. അവർ മലയാളം തന്നെയാണ് ഉപയോഗിക്കുന്നത്, പക്ഷെ അതിൻ്റേതായ വ്യത്യാസങ്ങൾ, പ്രാദേശിക വ്യത്യാസങ്ങൾ ഉപയോഗത്തിൽ കാണാനായിട്ട് സാധിക്കും.
ദീസ് ഡിഫറൻസ് ഈ ഒരു വ്യത്യാസങ്ങൾ സ്ലോലി ഗെറ്റിംഗ് നാരോവർ ഈ ഒരു വ്യത്യാസം പതുക്കെ പതുക്കെ കുറഞ്ഞു വരുന്നുണ്ട്. എപ്പോഴാണ്? ആസ് എ റിസൾട്ട് ഓഫ് ദെയർ ഇൻ്ററാക്ഷൻ വിത്ത് ദ വേൾഡ് ഔട്ട്സൈഡ് പുറം ലോകമായിട്ട് അവർ കൂടുതൽ ബന്ധപ്പെട്ട് വരുമ്പോൾ ഈ ഒരു വ്യത്യാസങ്ങൾ മാറി മാറി വരുന്നുണ്ട്. ആൻഡ് ദെയർ എക്സ്പോഷർ ടു എഡ്യൂക്കേഷൻ കുറച്ചും കൂടെ അവർക്ക് വിദ്യാഭ്യാസം കിട്ടുമ്പോൾ ഈ ഒരു സ്ലാങ് ഒക്കെ പതുക്കെ പതുക്കെ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നോക്കാനുള്ളത്. സോഷ്യൽ ലൈഫാണ്. നെക്സ്റ്റ് അത് അടുത്തൊരു